നിത്യം ജീവിക്കുന്ന നിത്യജീവന്റെ ദാതാവുമായ നമ്മുടെ കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയുടെ അവസാനത്തെ ദിവസം വൈകുന്നേരം ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ നാളത്തെ സഭായോഗങ്ങൾ വിവിധ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമായി നമുക്കൊക്കെ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ സമാധാനത്തിൽ ദൈവം തന്റെ ജനത്തെ കാക്കുമാറാകട്ടെ. നാം ഒരുമിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നാം ആ ഭാഗങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാം പ്രത്യക്ഷതയുടെ രണ്ട് തലങ്ങൾ, അവയ രണ്ടിന്റെയും പ്രത്യേകമായ ഉദ്ദേശങ്ങൾ, അവയായിരുന്നു നാം നോക്കിക്കൊണ്ടിരുന്നത്. സ്തോത്രം. നാം ആ ഭാഗത്ത് നിന്നും പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ, കുറച്ചുകൂടെ പറഞ്ഞാൽ 19ഉം 20ഉം അധ്യായങ്ങളിലായി ഭൂമിയിൽ നടക്കുവാനിരിക്കുന്ന ഒടുവിലത്തെ രണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് അറിയുന്നുണ്ട്. അർമഗദ്ദോൻ യുദ്ധവും, അർമഗദ്ദോൻ എന്നും ഹർമഗദ്ദോൻ എന്നും പറയാറുണ്ട്. രണ്ട് ഗോഗ് മാഗോഗ് യുദ്ധം. 19-ാം അധ്യായത്തിൽ അർമഗദ്ദോൻ യുദ്ധം, 20-ാം അധ്യായത്തിൽ ഗോഗ് മാഗോഗ് യുദ്ധം. രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ യുദ്ധങ്ങളെക്കുറിച്ച് സൂക്ഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുന്നവരുണ്ട്. ഇത് നടക്കുന്ന സന്ദർഭത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും അതിൽ പങ്കാളികളാകുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന സമൂഹങ്ങളെക്കുറിച്ചുമൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട്. എന്നാലും നമുക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളതും മനസ്സിലാക്കുവാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഹർമഗദ്ദോൻ യുദ്ധം കർത്താവായ യേശു തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് രണ്ടാം പ്രാവശ്യം ഇറങ്ങി വരുന്ന സമയം, മഹാപീഡനത്തിന്റെ അവസാന സമയം, യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ തൊട്ടു മുൻപ് സംഭവിക്കുന്നു എന്നതാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. എന്നാൽ ഗോഗ് മാഗോഗ് യുദ്ധം 20-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദൈവത്തിന്റെ നിത്യത തുടങ്ങുന്നതിന്, ദൈവത്തിന്റെ നിത്യത എന്ന് പറഞ്ഞാൽ ഭാവികാല നിത്യത, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിത്യരാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് സംഭവിക്കുന്ന
യുദ്ധമാണ്. രണ്ടിലും പങ്കാളികൾ വ്യത്യസ്തരാണ്. രണ്ട് യുദ്ധങ്ങളും ക്രിസ്തുവിനോടുള്ള വൈരാഗ്യത്തിലും വൈരത്തിലുമുള്ളതാണ്. യേശു ക്രിസ്തുവിനോടാണ് രണ്ട് യുദ്ധങ്ങളും. എന്നാൽ ആദ്യത്തെ യുദ്ധമായ ഈ രണ്ടെണ്ണത്തിൽ ആദ്യത്തെ യുദ്ധമായ ഹർമഗദ്ദോൻ യുദ്ധം എതിർ ക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും നേതൃത്വത്തിലായിരിക്കും. പിൻപിൽ പ്രവർത്തിക്കുന്ന ശക്തി സാത്താന്യം തന്നെ. പക്ഷേ ക്രിസ്തുവിനോട് പടപൊരുതുവാൻ വരുന്നത് ഈ കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും. അവരെ കർത്താവ് നിഗ്രഹിക്കുന്നത്, ഹർമഗദ്ദോൻ യുദ്ധത്തിൽ യേശു ക്രിസ്തു ജയിക്കുന്നത് രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ ഇന്നലെ കണ്ടു. ഒന്ന്, എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ പിടിച്ച് നരകത്തിൽ അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. ശേഷം അവരുടെ സൈന്യങ്ങളെ മുഴുവനും കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ അഥവാ കർത്താവിന്റെ മൗഖിക കൽപ്പിത വചനം കൊണ്ട് കൊല്ലുന്നു. എന്നാൽ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ ക്രിസ്തുവിനോട് എതിരിടുന്നത് സാക്ഷാൽ സാത്താനും അവന്റെ കൂട്ടരുമാണ്. സാത്താനും അവന്റെ കൂട്ടരും. സാത്താന്റെ കൂടെ അണിനിരക്കുന്ന മനുഷ്യരെ മുഴുവനും ക്രിസ്തു ആ യുദ്ധത്തിൽ ഇല്ലാതെയാക്കുന്നത് അഗ്നി കൊണ്ടാണ്. ആകാശത്ത് നിന്ന് തീ വീണ് അവരെല്ലാവരും മരിക്കുന്നു. ആകെ കൂടെ പിന്നെ ക്യാപ്റ്റൻ മാത്രം ശേഷിക്കുന്നു, സാത്താൻ. അവനെ പിടിച്ച് 19-ാം അധ്യായത്തിലെ കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നു. അതോടുകൂടെ യുദ്ധ പരമ്പരകൾ അവസാനിക്കുകയാണ്. ധാരാളം യുദ്ധങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ചെറുതും വലുതുമായ എണ്ണമൊക്കെ പറയാൻ പോയാൽ ധാരാളമുണ്ട്. അവയൊന്നും നമുക്ക് അങ്ങനെ അത്ര പ്രയോജനം ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് ആ ഭാഗങ്ങളെ വിടുന്നു. ഇങ്ങനെ രണ്ട് യുദ്ധങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു യുദ്ധമാണ് യെഹെസ്കേൽ 38, 39 അധ്യായങ്ങളിൽ കാണുന്നത്. അതിനെ പൊതുവെ റഷ്യൻ ഇൻവേഷൻ എന്നാണ് വിളിക്കുക. റഷ്യയുടെ കടന്നുകയറ്റമെന്നോ റഷ്യൻ ആക്രമണമെന്നോ ഒക്കെ അതിനെ വിളിക്കുന്നു. ചിലർ ഈ 38, 39 അധ്യായങ്ങൾ, യെഹെസ്കേൽ 38, 39 അധ്യായങ്ങളിൽ ഗോഗിനെ കുറിച്ചും മാഗോഗിനെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ കാണുന്ന ഗോഗ് മാഗോഗ് യുദ്ധമാണ് യെഹെസ്കേൽ 38, 39 എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ദാറ്റ്സ് എ മിസ്കൺസെപ്ഷൻ. പേരുകൾ തീർച്ചയായും ചിലതൊക്കെ സമാനമായിട്ടുണ്ട് എന്നത് ശരിയാണ്. മറ്റു ചിലർ ഹർമഗദ്ദോൻ യുദ്ധത്തെയും യെഹെസ്കേൽ 38, 39 അധ്യായങ്ങളിൽ പറയുന്ന റഷ്യയുടെ നേതൃത്വത്തിലുള്ള യുദ്ധത്തെയും ഒന്നായിട്ട് കാണുന്നു. അങ്ങനെയും ഒരു ധാരണ ഉണ്ട്. എന്നാൽ മറ്റ് പലരും ഇതിനെ മൂന്നിനെയും മൂന്നായിട്ടാണ് കാണുന്നത്. ഇത് മൂന്നും വ്യത്യസ്തമാണ് എന്നതിന്
ഒന്ന് രണ്ട് തെളിവുകൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ വേദഭാഗങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ യെഹെസ്കേൽ 38-ഉം 39-ഉം വെളിപ്പാട് 19-ഉം 20-ഉം അധ്യായങ്ങളെ നമ്മൾ ഓടിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒന്ന് നോക്കി പോവുകയാണ്. ഇവിടെ എല്ലാം സമാനമായ ചില കാര്യങ്ങളുണ്ട്. സം സിമിലാരിറ്റീസ് ആർ ദെയർ. വെളിപ്പാട് 19-ലും 20-ലും കാണുന്ന യുദ്ധങ്ങളിലെ പൊതുവായ കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാവരും എതിരിടുന്നത് യേശുക്രിസ്തുവിനെയാണ്. അവരൊക്കെ എതിർക്കുന്നത് യേശുവിനെയാണ് എന്ന ഒരു പൊതുവായ കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. പൊതുവായ മറ്റൊരു കാര്യം, ഇവ മൂന്നും അന്ത്യകാലങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളാണെന്നുള്ളത്. ഫൈനൽ വാഴ്സ്, അന്ത്യകാലത്ത് നടക്കുന്ന യുദ്ധങ്ങൾ. പിന്നെ ഇവയ്ക്ക് മൂന്നിനുമുള്ള മറ്റൊരു സമാനതയാണ് ഗ്ലോബൽ ആമീസ്. ഗ്ലോബൽ ആമീസ്, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെല്ലാം പട്ടാളത്തിൽ ചേർന്ന് യേശുവിനോട് എതിരിടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇറ്റ്സ് അബൌട്ട് ഫൈനൽ ബാറ്റിൽസ്, ഗ്ലോബൽ ആമീസ്. ഗ്ലോബൽ ആമീസ്. ഓൾസോ എ കോമൺ എനിമി, ജീസസ് ക്രൈസ്റ്റ്. ഇവരുടെ എല്ലാവരുടെയും പൊതുവായ ശത്രുവാണ് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനോടാണ് എതിരിടുന്നത്. ക്രിസ്തുവിനോട് എതിരിടുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം യേശുക്രിസ്തുവിന്റെ ശാരീരികതയാണ്. ക്രിസ്തുവിന് ഒരു ശരീരമുണ്ട് എന്നുള്ളതാണ്. ദൈവം അശരീരി, വിതൗട്ട് എ ഫിസിക്കൽ ബോഡി. ദൈവം അശരീരിയാണ്. ആ ശരീരി, ശരീരമില്ലാത്തയാൾ. ആത്മശരീരമുണ്ട് കേട്ടോ, എന്നാൽ ദൃശ്യമായ സ്ഥൂലമായ ഒരു ശരീരം ഇല്ലാത്തയാളാണ് ദൈവം. ആ അദൃശ്യനായ ദൈവം, അതുകൊണ്ടാണ് ദൈവത്തെ അൺസീൻ എന്നും ഇൻവിസിബിൾ എന്നും വിളിക്കുന്നത്. ആരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവം. അതെ, കാണാൻ കഴിയാത്തവനുമായ ദൈവം. അപ്പൊ മനുഷ്യരാരും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. ഈ ദൈവത്തോട് എങ്ങനെ യുദ്ധം ചെയ്യാനാണ് ഇവർക്ക്? അതും പ്രത്യേകിച്ച് സാത്താനും എതിർ ക്രിസ്തുവും കൂട്ടരുമൊക്കെ ക്രിസ്തുവിനെതിരെ അണിനിരത്തുന്നത് മനുഷ്യരെയാണ്. അദൃശ്യനായ ദൈവത്തോട് ദൃശ്യരായ മനുഷ്യർക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും നടക്കത്തില്ല. ആ സന്ദർഭത്തിലാണ് യേശുക്രിസ്തുവിന്റെ ജഡധാരണവും ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ എതിർക്കുന്നതിനും യുദ്ധം ചെയ്യുന്നതിനും എളുപ്പമെന്ന ഒരു തോന്നലും ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ദൈവത്തെ എതിർക്കുവാനായിട്ട് ഭൗതിക ലോകത്തിൽ മാത്രമേ സാത്താനും കൂട്ടർക്കും കഴിയൂ. മനസ്സിലായല്ലോ? ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഈ യെഹെസ്കേൽ 38, 39, 20, 21 റെവലേഷൻ ഇതെല്ലാം കൂടെ രണ്ടിലും കോമൺ ആണോ ഇഷ്യൂ? കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്.
താരതമ്യത്തിലെ സമാനതകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. പാസ്റ്റർ, അതുപോലെ ഒരു സംശയം കൂടെ, ഇതിന്റെ സമയം എപ്പോഴാ? വരുന്നു. താങ്ക് യു, സോറി. കുഴപ്പമില്ല. അപ്പം ക്രിസ്തുവിനോട് എതിരിടുവാൻ ഇവരെല്ലാവരും ഇങ്ങനെ ഒരുങ്ങി വരുന്നത് ദൈവത്തെ അദൃശ്യനും ആരും കണ്ടിട്ടില്ലാത്തവനുമാകയാൽ എതിരിടാൻ കഴിയുന്നില്ല. പിന്നെ സാത്താന് നേരിട്ട് അങ്ങനെ യുദ്ധം ചെയ്യാൻ കർത്താവുമായി, ദൈവവുമായി യുദ്ധം ചെയ്യാൻ ഒരവകാശവും ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ഇവൻ ചെയ്യുന്നത് ദൃശ്യലോകത്തെ, ഭൗതിക ലോകത്തെ, മനുഷ്യരെ ഉപയോഗിക്കുക എന്നതാണ്. ദൃശ്യലോകത്തെ. അപ്പോൾ ദൃശ്യലോകത്തിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വന്നതുകൊണ്ട്, ജഡമെടുത്തതുകൊണ്ട്, ഈ പഞ്ചഭൗതിക ലോകത്തിലേക്ക് യേശു ക്രിസ്തു ജഡമെടുത്ത് വന്നതുകൊണ്ട്, ജീവിച്ചതുകൊണ്ട് സാത്താന് കാര്യം കുറെ എളുപ്പമായി. ഭൗമലോകത്തിലെ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചാൽ ഭൗതിക ശരീരത്തിൽ വെളിപ്പെട്ട യേശുവിനോട് എതിർക്കാം, യേശുവിനെ നേരിടാം, യേശുവിനെ കീഴ്പ്പെടുത്താം, പരാജയപ്പെടുത്താം. അതിനുള്ള തന്ത്രങ്ങളാണ് അവൻ ഇവിടെയെല്ലാം മെനയുന്നത്. പ്രത്യേകിച്ച് വെളിപ്പാട് 19-ലും 20-ലും. എന്നാൽ യെഹെസ്കേൽ 38-39 യേശുക്രിസ്തുവിനെ നാം അവിടെ നേരിട്ട് കാണുന്നില്ല. ഭൗമിക രീതിയിൽ അല്ലെങ്കിൽ ശാരീരിക നിലയിൽ യേശുവിനെ നമുക്കവിടെ കാണാൻ കഴിയില്ല. എന്നാൽ ദൈവത്തോടുള്ള വൈരം, ശത്രുത നിമിത്തം ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. സാത്താൻ അവിടെയും ചില ഭൗതിക മനുഷ്യരെ ഉപയോഗിക്കുന്നു, ഭൗതിക ലോകത്തിലെ സ്വാധീനം ഉപയോഗിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെതായിട്ട് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർ ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ നിർമാർജനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സമാനതകളായി പറഞ്ഞത്, സമാനതകൾ, സിമിലാരിറ്റീസ്. മറ്റൊരു സമാനതയാണ് ദ അൾട്ടിമേറ്റ് വിക്ടറി ഓഫ് ഗാഡ്. ഈ മൂന്നിടങ്ങളിലും പൊതുവായി നാം കാണുന്നതാണ് ദൈവത്തിന്റെ ആത്യന്തിക വിജയം. യെഹെസ്കേൽ 38-39 ശത്രുക്കളെ മുഴുവനും, ഇസ്രായേലിന്റെ ശത്രുക്കളെ മുഴുവനും ന്യായം വിധിച്ച് തള്ളുന്ന ഒരവസ്ഥ. അവിടെ യെഹെസ്കേൽ 38-39 ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ അത്ഭുതാവഹമായി വിമോചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം നമുക്കവിടെ കാണാം. എന്നാൽ 19-20 അധ്യായങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാം ക്രിസ്തു എതിർ ക്രിസ്തുവിന്റെ മേലും സാത്താന്റെ മേലും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സമാനതകൾ, ദ അൾട്ടിമേറ്റ് വിക്ടറി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ആത്യന്തികമായ വിജയം, ആത്യന്തികമായ വിജയം. പൊതുവായിട്ടുള്ള അടുത്ത കാര്യമാണ്, all these three battles are meant to condemn and judge
the enemy world. ഈ മൂന്നിടങ്ങളിലും നാം കാണുന്ന മറ്റൊരു പൊതുവായ സംഗതി ന്യായവിധിയാണ് ഇവയെന്നാണ്. ഇവയെല്ലാം ന്യായവിധികൾ തന്നെ. ന്യായവിധികൾ. ഗർവിച്ച് അഹങ്കരിച്ച് അങ്ങ് വളരെ ഉന്നതികളിൽ എത്തിയെന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ ശിക്ഷ വിധിക്കുവാൻ ദൈവം അവരെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടുവരിക. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിനോട് മത്സരിക്കുന്ന എതിർ ക്രിസ്തുവും കൂട്ടരും, ക്രിസ്തുവിനെ എതിർക്കുന്ന സാത്താനും കൂട്ടരും. അപ്പം ഈ മൂന്ന് ഭാഗങ്ങളിലും നാം കാണുന്നത് ദൈവത്തിന്റെ ന്യായവിധി ആയിട്ടാണ്. ഇങ്ങനെയുള്ള പൊതുവായ ചില കാര്യങ്ങൾ ഈ മൂന്നെണ്ണത്തിലുമുണ്ട്. എന്നാൽ പൊതുവായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിലും ഇവ മൂന്നും വ്യത്യസ്തങ്ങളാണ്. All these things are similarities between these three battles. ന്യായവിധിയാണ്. ഈ വിധമായ സമാനതകൾ താരതമ്യത്തിൽ നമുക്ക് പഠിക്കാം. ഇനിയും നമുക്ക് നോക്കാം ഇവിടെ കാണുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം. വാട്ട് ആർ ദ ഡിഫറൻസസ്? വ്യത്യാസം. മൂന്ന് സമയങ്ങളിലായിട്ട് കാണാം. വെളിപ്പാട് പുസ്തകത്തിലെ 19-20 അധ്യായങ്ങളിലെ യുദ്ധങ്ങൾ എന്താണ് പറയുന്നത്, സമയങ്ങളിലാണെന്നുള്ളത് വ്യക്തമാണ്. വ്യക്തം ആണ് എന്ന് ഞാൻ കരുതുന്നു. വ്യക്തമാണല്ലോ. എന്നാൽ യെഹെസ്കേൽ 38-39 അവിടെ നാം കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 2 യുദ്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമയം. ആ സമയം ഏതെന്ന് നമുക്ക് ചിന്തിക്കാം. മറ്റൊരു വ്യത്യാസം ഉദ്ദേശങ്ങൾ, പർപ്പസസ്. എന്തായിരുന്നു ഈ 3 യുദ്ധങ്ങളുടെയും ഉദ്ദേശം? വ്യത്യസ്തമാണ്. യെഹെസ്കേൽ 38-39 ആ യുദ്ധത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കൊള്ളയടിക്കുക എന്നതായിരുന്നു. ആരെ കൊള്ളയടിക്കുക? ഇസ്രായേലിനെ കൊള്ളയടിക്കുക. അവിടെയുള്ള സമ്പത്തെല്ലാം അപഹരിക്കുക. അതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്നാൽ വെളിപ്പാട് 19-20 അധ്യായങ്ങളിൽ കാണുന്ന യുദ്ധം ഇങ്ങനെ എന്തെങ്കിലും കൊള്ളയടിക്കാനോ ആരെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാനോ ഒന്നും ആയിരുന്നില്ല. ക്രിസ്തുവിനെ എതിർക്കുക, ക്രിസ്തുവിന്റെ രാജ്യത്തെ എതിർക്കുക. ഇതൊക്കെയായിരുന്നു വെളിപ്പാട് 19-20 യുദ്ധങ്ങളുടെ ഉദ്ദേശം. അടുത്തത് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തേത് ഉദ്ദേശത്തിലെ വ്യത്യാസം. 2
അതിൽ പങ്കെടുക്കുന്നവരുടെ വ്യത്യാസം, a difference of these partners. Okay. അപ്പൊ പങ്കാളികൾ വെളിപ്പാട് 19 20 അധ്യായങ്ങളിൽ കാണുന്നത് മുമ്പേ പറഞ്ഞതുപോലെ എതിർ ക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും കൂടെ അണിനിരന്ന വലിയൊരു കൂട്ടം ജനമുണ്ട്. 20 അധ്യായത്തിൽ സാത്താനോട് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ യെഹെസ്കേൽ 38 39 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് a worldwide allegiance against God's people, a universal conspiracy, a universal confederation. നാം യെഹെസ്കേലിൽ കാണുന്നത് ലോകത്ത് എമ്പാടുമുള്ള ഒരു വലിയ കൂട്ടം അവിടെ ഇസ്രായേലിനെതിരായി ക്രിസ്തുവിനെതിരായിട്ട് അണിനിരക്കുക. നാം അവിടെ കാണുന്നുണ്ട്. 38 ആദ്യ വാക്യങ്ങളൊന്ന് വായിക്കാമോ? എസെക്കിയേൽ 38. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അതിനുശേഷം, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയേലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കൂരുകയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗാർമഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. കണ്ടോ? ഒരു യൂണിവേഴ്സൽ അലീജിയൻസ് ഓർ എ കോൺഫെഡറേഷൻ അഗൈൻസ്റ്റ് ഇസ്രായേൽ. വടക്കൻ ശക്തികളുടെ അല്ലെങ്കിൽ ഒരു നോർത്തേൺ കോൺഫെഡറേഷൻ അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അതിനകത്ത് കുറെ പേരുകൾ കണ്ടില്ലേ? 2-ാമത്തെ വാക്യത്തിലുണ്ട് രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ. ഇവിടെ ഉണ്ടൊരു ഗോഗ്. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പറയുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. അതിന്റെ 5-6 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു പാഴ്സികൾ, പേർഷ്യൻസ്, കൂഷ്യർ, ആഫ്രിക്കൻസ്, പൂത്തിയർ, ഗോമേരും. കണ്ടോ? അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടെ. പാഴ്സികൾ എന്ന് പറയുന്നത് പേർഷ്യ, ഇന്നത്തെ ഇറാനാണ്. എത്യോപ്യ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗത്ത് ആഫ്രിക്ക.
അല്ലെങ്കിൽ സതേൺ ആഫ്രിക്കൻ കൺട്രീസ്. പിന്നെ നമ്മൾ കാണുന്നത് ലിബിയ, പൂത്തിയർ, ലിബിയാണ് നോർത്ത് ആഫ്രിക്കൻ കൺട്രീസ്. വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, വടക്കൻ രാജ്യങ്ങൾ. അതായത് അറേബ്യൻ ആഫ്രിക്കൻസ്. പിന്നെ നമ്മൾ കാണുന്നത് ഗോമേർ ഈസ് സംവാട്ട് ജർമ്മനി. തോഗർമ ഗ്രഹം എന്നാണല്ലോ വായിച്ചത്. അവര് സതേൺ റഷ്യ ആൻഡ് the Cossacks, including Turks, തുർക്കികൾ ഉൾപ്പെടുന്ന റഷ്യയുടെ തെക്കൻ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഇന്നത്തെ റഷ്യ, പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ. പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗങ്ങളായിരുന്നു ഇന്നുള്ള പല രാജ്യങ്ങളും. ആ ഭാഗങ്ങളിൽ പല രാജ്യങ്ങളും ഉണ്ടാക്കൂട്ടത്. എന്നാൽ അതിന്റെയൊക്കെ നേതൃത്വം ആർക്കാണ്? ഗോഗ്. ഏത് ഗോഗ്? റോഷ് മേശക് തൂബൽ എന്നിവരുടെ നേതാവായ ഗോഗ്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗോഗുണ്ട്. എന്തുകൊണ്ട് ഇത് റഷ്യയാണെന്ന് നാം പറയുന്നു? അതിനുള്ള ചില കാരണങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ക്ലാസ്സിലെത്താം, തിങ്കളാഴ്ച എത്താം എന്ന് ഞാൻ കരുതുന്നു. Because of geographical reasons, linguistic reasons, and historical reasons, we say this is a Russian invasion, including so many African and European countries, but under the leadership of Russia. റഷ്യയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ പല എന്താണ് പറയുന്നത്, പഴയ സോവിയറ്റ് യൂണിയനിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ നടത്തുന്ന ഒരു ആക്രമണമാണ്. അത് റഷ്യയുടെ നേതൃത്വത്തിലാണെന്ന് പറയാൻ ചരിത്രപരമായ കാരണങ്ങളും ഭാഷാപരമായ കാരണങ്ങളും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളും. ജിയോഗ്രഫിക്കൽ റീസൺസ് 38 6 വാക്യം, 38 verse 6. കൂശ്യർ, പൂത്യർ, ഗോമർ അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേയറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹം. ഇതെല്ലാം ഭൂമിയുടെ തന്നെ വടക്കു ഭാഗത്തുള്ളവരാ. നമുക്കറിയാമല്ലോ, ഭൂമിയുടെ തന്നെ നോർത്തേൺ പോളിലുള്ളവരാണ്. അവിടെ ഉള്ളതിൽ പ്രധാനികളാണ് ഈ പറയപ്പെടുന്ന
റഷ്യ. റഷ്യയോടൊപ്പം പണ്ട് USSRന്റെ ഭാഗമായിരുന്ന, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന മറ്റ് കൊച്ചു കൊച്ചു രാഷ്ട്രം. ദിസ് ഈസ് ദ ജിയോഗ്രഫിക്കൽ റീസൺസ് വൈ വി സേ ദിസ് ഈസ് റഷ്യ. ഇത് റഷ്യൻ അധിനിവേശമാണെന്ന് പറയാൻ കാരണം ഈ ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ പ്രസ്താവനയാണ്. പിന്നെ മറ്റൊന്ന് ചരിത്രപരമായിട്ടുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ളത് നമ്മൾ കണ്ടു, ചരിത്രപരമായിട്ടുള്ളത്. ഉൽപ്പത്തി 10-ാമത്തെ അധ്യായം ആദ്യത്തെ വാക്യങ്ങളൊന്ന് വായിക്കാമോ? ജെനസിസ് 10 ഇനീഷ്യൽ വേഴ്സസ്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യം ആവത്. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമേറിന്റെ പുത്രന്മാർ അസ്തനാസ്, രഫത്ത്, മതി മതി. തോഗർമ. യാ, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അവിടെ എന്താ? ചരിത്രമാണ്. ഇനിയും നരവംശാസ്ത്രപ്രകാരം എന്ന് വേണമെങ്കിലും വിളിക്കാം ഈ സംഭവത്തെ. ആന്ത്രപ്പോളജിക്കൽ റീസൺസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. നരവംശ ശാസ്ത്രപരമായ തെളിവുകൾ. നോഹയുടെ 3 മക്കളിൽ നിന്നാണല്ലോ ഇന്നുള്ള ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു വിഭാഗം എവിടേക്ക് പോയി, അവരുടെ മക്കൾ ആരൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നാം അവിടെ കാണുന്നത്. അപ്പം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഗതി, ചരിത്രത്തിലേക്കൊക്കെ ഇറങ്ങിപ്പോയി പറയാനായിട്ടുണ്ടെങ്കിലും ഇസ്രായേലിയ ചരിത്രകാരനായിരുന്ന ജോസീഫസ്, പേര് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ജോസീഫസ് പറയുന്നത് അദ്ദേഹത്തിനും മുമ്പേ, ഈവൻ ജോസീഫസ് ചരിത്രം എഴുതുന്നതിനും മുമ്പേ ഈ വിധ കാര്യങ്ങളെ കുറിച്ച് അതേ രീതിയിൽ പറഞ്ഞ മറ്റൊരു ഗ്രീക്ക് എഴുത്തുകാരനാണ് ഹെറോഡോട്ടസ്. 5th സെഞ്ച്വറി BC ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ. ഇവരെല്ലാവരും പറയുന്നത് ഈ ഉൽപ്പത്തി 10:2 നമ്മൾ ഇപ്പോൾ വായിച്ച മേശക്കിന്റെ തലമുറകൾ പലസ്തീന്റെ വടക്കു ഭാഗത്തായി പോയി കുടിപാർത്തു എന്നാണ്. വടക്കൻ ഭാഗങ്ങൾ. അപ്പം ചരിത്രവും നമുക്ക് ഇതിനനുകൂലമാണ്. ഇത് റഷ്യൻ അധിനിവേശമാണെന്നുള്ളത്. പിന്നെ ഭാഷാപരമായിട്ടുള്ളതുണ്ട്. ഈ യെഹെസ്കേൽ 38 തന്നെ ഗോഗിനെ കുറിച്ച് പറയുന്നത് ദ പ്രിൻസ് ഓഫ് റോഷ് എന്നിവരുടെ പ്രഭുവായ ഗോഗെ എന്നാ വിളിക്കുന്നത്, അല്ലേ? എന്നിവരുടെ പ്രഭുവായ ഗോഗെ. KJV ബൈബിളിൽ അത് നമ്മൾ കാണുന്നത് ചീഫ് പ്രിൻസ് എന്ന നിലയിലാണ്, പ്രധാന പ്രഭു എന്ന നിലയിലാണ്. അപ്പം ദ ട്രാൻസ്ലേഷൻ ദ പ്രിൻസ് ഓഫ് റോഷ് ഈസ് എ മോർ ലിറ്ററൽ റെൻഡറിങ് ഓഫ് ദ ഹീബ്രു റോഷ്. എബ്രായ പദത്തിന്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിന്റെ ശരിയായ തർജ്ജമയിലേക്ക് വരുന്നെങ്കിൽ
റോഷിന്റെ പ്രഭുവായ ഗോഗേ എന്നാണ്. അപ്പോൾ ഭാഷാപരമായി ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മളതിന്റെ കൂടുതൽ ഒരു തിയോളജിക്കൽ അനാലിസിസിന് മുതിരുന്നില്ല. എന്നാൽ ഇത്രയും ചിന്തിച്ചാൽ മതി. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഭാഷാപരമായും എല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഇവിടെ പറയുന്ന ഗോഗ് റഷ്യയാണ്. റഷ്യയുടെ നേതൃത്വത്തിലാണ് ഈ യുദ്ധം നടക്കുവാൻ പോകുന്നതെന്ന്. ഇസ്രായേലിന്റെ നാശത്തിനും അവരെ കൊള്ളയടിക്കുന്നതിനും മറ്റുമായി അവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സ്വർണം തുടങ്ങിയുള്ള സ്വത്ത് അപഹരിക്കുന്നതിനായി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു. ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് റഷ്യയും ഇറാനും. പേർഷ്യ ഉൾപ്പെടെയുള്ള, റഷ്യ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളും ഭൂരിപക്ഷവും മുസ്ലിങ്ങളുള്ള രാഷ്ട്രങ്ങളാണ്. ചില രാജ്യങ്ങൾ മുഴുവനും തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളും. ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷമുള്ള, അതുപോലെ മുസ്ലിങ്ങൾ മാത്രമുള്ള മുസ്ലിം രാഷ്ട്രം. അപ്പം ഈ രാഷ്ട്രങ്ങളാണ് ഇസ്രായേലിനെതിരായിട്ട് അണിനിരക്കുന്നത്. എന്നാൽ റഷ്യ മുസ്ലിം രാഷ്ട്രമല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് ഈ മുസ്ലിം രാഷ്ട്രങ്ങളോട് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്നുള്ളത് ഒരു ചിന്താവിഷയമാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്താം. നമുക്കറിയാമല്ലോ, ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിച്ച് ആധുനിക ഇസ്രായേൽ രാഷ്ട്രം പിറന്ന് 1948 മെയ് മാസം 14 അതേ തുടർന്ന് ഉണ്ടായ ധാരാളം യുദ്ധങ്ങളിൽ റഷ്യയായിരുന്നു അറബ് രാഷ്ട്രങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയതും ഇസ്രായേലിനെതിരെ അവരെ കൊണ്ട് പോരടിപ്പിച്ചതും. ഇപ്പോഴും നമുക്കറിയാമല്ലോ സിറിയയുടെ കാര്യം. സിറിയയുടെ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ സിറിയയ്ക്ക് ആരാ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്? റഷ്യ. എന്തിനായിരുന്നു? പ്രധാനമായും ഇസ്രായേലിനെ ആക്രമിക്കാൻ. ലെബനോന്റെ കാര്യം എടുത്തേ. ഇസ്രായേലിന്റെ വടക്കേ അതിർത്തിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ലെബനോനും സിറിയയും. ലെബനോന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഇസ്രായേൽ ലെബനോനെ അടിച്ച കാര്യം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതല്ലേ. എന്തിനാ? ലെബനന്റെ മണ്ണാണ് ഹിസ്ബുള്ള എന്ന തീവ്രവാദി സംഘടന ഇസ്രായേലിനെതിരായിട്ട് ഉപയോഗിച്ചത്. പറഞ്ഞു വന്നതിന്റെ സാരം, ഇസ്രായേലിനെ നിർമൂലമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ റഷ്യയുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഇപ്പോഴത്തെ മുസ്ലിം രാജ്യങ്ങളും. പക്ഷേ നമുക്ക് അവയിലേക്ക് പിന്നീട് വരാം. മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ ഈ യുദ്ധം നടക്കും. പക്ഷേ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ കാത്തു പരിപാലിക്കും. ഇസ്രായേലിനെയും യെരൂശലേമിനെയും ദൈവം സംരക്ഷിക്കും. ആത്യന്തികമായ വിജയം ദൈവത്തിന്റെ ജനത്തിന്. ഇന്നും ഇത് പറഞ്ഞ് ഞാൻ നിർത്താം. നാം കടന്നു പോകുന്ന
പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, എതിർപ്പുകൾ, രോഗങ്ങൾ എന്തോ ആകട്ടെ, പക്ഷേ ആത്യന്തിക വിജയം, അൾട്ടിമേറ്റ് വിക്ടറി ആർക്കാണ്? നമുക്കാണ്. കാരണം നമ്മുടെ ദൈവം സർവശക്തൻ. സർവശക്തന്റെ അർത്ഥം ഓർമ്മ കാണും നിങ്ങൾക്ക്? സ്തോത്രം. വൺ ഹു കൺട്രോൾസ് എവ്രിതിങ്, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ എന്ന്. സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സർവത്തിന്റെയും നിയന്ത്രിതാവ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. സകലത്തെയും നിയന്ത്രിക്കുന്ന ഈ ദൈവം നമ്മുടെ പിതാവായിരിക്കയാൽ, സ്തോത്രം, നമുക്കവനിൽ കണ്ണുമടച്ച് വിശ്വസിക്കാം, ആശ്രയിക്കാം. പ്രൈസ് ഗോഡ്. എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവിനെ നാം മുഖാമുഖമായി കാണുമെന്ന പ്രത്യാശയോടെ നമ്മുടെ ശിഷ്ടകാലം വിശുദ്ധിയിൽ കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.